ഹലോ ഗൈസ്, എല്ലാവർക്കും മലയാള റാപ്പറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് പറയാൻ പോണ വിഷയം നിങ്ങൾ നന്നായിട്ടൊന്ന് കേട്ടിരിക്കുക. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ പറയണം. ഓക്കെ, നമ്മുടെ നാട്ടിൽ നമ്മുടെ ആങ്ങണ്ടൂർ ഒരു കുളമുണ്ട്. അതായത് മഹാവിഷ്ണു അമ്പലത്തിൻ്റെ കുളം എന്ന് പറയും, ദേവൻ്റെ അമ്പലത്തിൻ്റെ കുളം എന്ന് പറയും. അപ്പോൾ കാലങ്ങളായിട്ട് അതിങ്ങനെ നശിച്ച് കിടക്കാറുന്നു. ആ കുളം വൃത്തിയാക്കി. അപ്പോൾ എന്താക്കി, നമ്മുടെ നാട്ടിലെ കുറച്ച് പിള്ളേർ കുളിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കുളിക്കണൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലൊരു ചേട്ടൻ അവർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നീന്തലിൻ്റെ പ്രാക്ടീസ് കൊടുത്തു. ഓക്കെ, നീന്തലിൻ്റെ പ്രാക്ടീസ് കൊടുത്തു. ഇപ്പോൾ പിള്ളേർ സ്റ്റേറ്റ് ലെവൽ വരെ എത്തി നിൽക്കുക. അതായത് ഈ കുളത്തിൽ നീന്തൽ പരിശീലിപ്പിച്ചിട്ട് ആ ചേട്ടൻ തന്നെ പിള്ളേരെ പ്രോത്സാഹിപ്പിച്ച് നീന്തൽ പഠിപ്പിച്ചിട്ട് ഇന്ന് സ്റ്റേറ്റ് ലെവൽ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു പ്രാക്ടീസ് ഇങ്ങനെ തുടങ്ങുമ്പോൾ അല്ലറ ചില്ലറ അവിടുത്തെ അയൽവക്കക്കാരും പിന്നെ ഏതൊക്കെയോ കമ്മിറ്റിക്കാരൊക്കെ കൂടിയിട്ട് ഇവിടെ കുളിക്കാൻ പാടില്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പിള്ളേർക്ക് കളിക്കാനും കുളിക്കാനും വേറെ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ പോണത്. ബാക്കിയുള്ള വിശേഷം നമുക്ക് അവിടെ പോയിട്ട് കാണാം, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, കമാ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത്ര നേരമായിട്ട്, അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ എഫേർട്ട് എടുത്തിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഇതേ ഈ കാണുന്ന അരുൺചേട്ടനാണ്. ഈ അരുൺചേട്ടൻ്റെ കെയർ ഓഫിലാണ് പിള്ളേർ ഇവിടെ വന്ന് പഠിക്കുന്നതും കാര്യങ്ങളും. നമുക്ക് അരുൺചേട്ടനോട് തന്നെ ചോദിക്കാം കറക്റ്റായിട്ടുള്ള എന്താണ് ഇവിടുത്തെ വിഷയം എന്ന്. ചേട്ടാ പറയും. ഈ കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 37 മീറ്റർ നീളമുള്ള ഒരു കുളമാണ്. ഏകദേശം നമുക്കൊരു അക്കാഡമിക് രീതിയിൽ പിള്ളേരെ പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു കുളമാണ്. അപ്പോൾ ഈ കുളത്തിൽ സംഭവിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് പഠിപ്പിക്കുക, പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഈ കുളത്തിൽ നീന്താൻ പറ്റില്ല, അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റികളൊന്നും ചെയ്യാൻ പറ്റില്ല, ക്ഷേത്രക്കുളമാണെന്ന് പറയുന്നുണ്ട്. ഒരു ട്രാക്ക് ഇടുന്ന ഒരു സംഭവമാണ്, കുപ്പി കെട്ടിയിട്ട്. കാരണം എനിക്ക് അത്ര വലിയ കോസ്റ്റ് ആയിട്ടൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ഒരു ട്രാക്ക് ഉണ്ടാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാശിലവുണ്ട്. അപ്പോൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് വെള്ളി ഇട്ടിട്ട് ഒരു കുപ്പി കെട്ടിയിട്ടാണ് ഞാൻ ട്രാക്ക് ഇട്ടിട്ടുണ്ട്. അതിന് വരെ അവർ സമ്മതിക്കില്ല. കാരണം ക്ഷേത്രക്കുളത്തിൽ കുപ്പികൾ എടുക്കാൻ പാടില്ല. ഈ കുപ്പികളൊന്നും പെർമനന്റ് ആയി ഞാൻ വയ്ക്കണമെന്നല്ല. അത് ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മാറ്റും, അല്ലെങ്കിൽ സൈഡിലേക്ക് മാറ്റി വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ വാട്ടർ പോളോന് പഠിപ്പിക്കുന്നുണ്ട് ഇതിനോടൊപ്പം. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ എൻ്റെ ഈ കുളത്തിൽ നിന്ന് പോയി നീന്തി മടല് വാങ്ങിയ പിള്ളേരൊക്കെ തന്നെ. അത് ശരി. അതായത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞാൽ ഇവിടെ കുറെ പിള്ളേർ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ പിള്ളേരൊക്കെ സ്റ്റേറ്റ് ലെവലിലേക്ക് വരെ ചേട്ടൻ ഈ ഒരു കുളത്തിൽ ഈ ഒരു ഫെസിലിറ്റി വെച്ചിട്ട് പഠിപ്പിച്ചിട്ട് അവര് സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ വരെ എത്തിയിട്ടുണ്ട്. എല്ലാ പിള്ളേരെ ഫ്ലെക്സിബിൾ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഡിസ്ട്രിക്റ്റിലെ സബ് ഡിസ്ട്രിക്റ്റിലെ സ്റ്റേറ്റിൽ ഒരു കുട്ടി മാത്രമാണ് അജുൽ രാജ് എന്ന് പറഞ്ഞ കുട്ടി പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം മിഡ് ലൈനിൽ പോയിട്ട് മാന്യമായ രീതിയിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അതുകൂടി നമുക്ക് പറയണം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഹൈബ്രിഡ് 7 തൊട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടാണ് ഒരു കുട്ടിക്ക് സ്വിമ്മിങ്ങിന്റെ രീതിയിലേക്ക് അവർ ഇറക്കുള്ളൂ. പക്ഷെ അവന് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ അവരെ മാഷിൽ നിന്ന് ഞങ്ങൾക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത്. ആ കുട്ടി ഇന്ന് അവനെത്തി നിൽക്കുന്ന സ്റ്റേറ്റ് ലെവലിലാണ്. ഇതേപോലെ തന്നെ ഇനിയും കുറെ പിള്ളേരുണ്ട്. ഇവരൊന്നും ഒരു പ്രോത്സാഹനം ഞാൻ കൊടുത്ത കാര്യമില്ലല്ലോ, ഇവിടെ ഉള്ള നാട്ടുകാരും കൂടി കൊടുത്താലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടില് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ മുടക്കാന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ വിഷയം. ആ ഒരു വിഷയം തന്നെ എനിക്ക് ഇവിടെയും തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഈ കുളം നശിച്ച് കിടക്കാറുന്നു, നശിച്ച് നാറാണക്കലെടുത്ത് ആരും നോക്കാണ്ട് ആരും ഇറങ്ങാണ്ട് വരെ കിടക്കാറുന്നു. അപ്പോൾ അമ്പല കമ്മിറ്റിക്കാരോ അത് വൃത്തിയാക്കി ഇട്ടപ്പോൾ പിള്ളേർ കുളിക്കാൻ തുടങ്ങി. ഇപ്പോൾ പിള്ളേർ കുളിക്കാൻ തുടങ്ങിയപ്പോഴായി ഇവിടെ പ്രശ്നം അല്ലേ? അതന്നെ, അതെ, പിള്ളേർ കുളിക്കാനുള്ള പ്രശ്നം അപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. അതെ, ഈ കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് ഞാൻ ആര് കണ്ടതിൽ ഏറ്റവും നല്ലൊരു കുളമാണ്. കാരണം ഇതിന്റെ ഒരു സൈഡിൽ ഒരു ഓവിട്ടിട്ടുണ്ട്. എപ്പോഴും വാട്ടർ ലെവൽ ഒരേ ലെവലാവുള്ളൂ. ഇനി വേനൽക്കാലത്തെ സംഭവം എനിക്കറിയില്ല. കാരണം ഈ വർഷമാണ് ഈ കുളം ശരിയാക്കി കൈ കെട്ടിട്ട്. ഇപ്പൊ വേനൽക്കാലത്ത് എന്താണ് ഈ കുളം വെള്ളം നിൽക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല മഴയുള്ള സമയത്തൊന്നും ഈ കുളം ഒന്നിനും ഓവർഫ്ലോ ആയിട്ട് പോയിട്ടില്ല. സൈഡിൽ നിന്ന് വെള്ളം മറ്റേ എപ്പോഴും വാട്ടർ ലെവലാണ്. ഇപ്പൊ ഒരു നന്ന മഴ പെയ്യുന്ന പിറ്റേ ദിവസം ആകുമ്പോൾ മഴ കുറഞ്ഞു കഴിഞ്ഞെങ്കിൽ ആ ലെവൽ വാട്ടർ ലെവലിലേക്ക് എത്തി നിൽക്കണം. പിന്നെ അതിന്റെ സെന്ററിൽ തന്നെ ഒരു കല്ല് പതിപ്പിച്ചിട്ടുണ്ട്. ഒരു കല്ല് പതിപ്പിച്ച് ചതുരിലെ കല്ല് പതിപ്പിച്ചിട്ട് ആ രീതിയിലൊരു സംഭവമാണ്. പണ്ടത്തെ അത് അടുത്ത കാലത്ത് തന്നെ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തുള്ള സംഭവമാണ്. അത്രയും നല്ലൊരു കുളമാണിത്. അത് എന്തുകൊണ്ടാണ് അത് വീണ്ടും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണോ അല്ലെങ്കിൽ എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇതിപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു ആ കുട്ടികൾക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. കാരണം മുങ്ങി മരണങ്ങൾ ഒരുപാട് സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ഒരുപാട് തന്നെ എല്ലാ ദിവസവും പേപ്പറിൽ നോക്കി കഴിഞ്ഞാൽ മുങ്ങി മരണം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടും പിന്നെ നല്ല കഴിവുള്ള കുട്ടികളെ, ഇപ്പം ഈ ഇന്ത്യയിൽ കഴിവുള്ള കുട്ടികളുണ്ടാവില്ല, അവർക്ക് നല്ലൊരു പെർഫോമൻസ് രീതിയിൽ അക്കാഡമിക് രീതിയിലാണ് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നത്. 4 ശൈലി നീന്തൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഫ്രീ സ്റ്റൈൽ പഠിക്കുന്നുണ്ട്, ബാക്ക് സ്ട്രോക്ക് പഠിക്കുന്നുണ്ട്, ബട്ടർഫ്ലൈ പഠിക്കുന്നുണ്ട്, ബ്രസ്റ്റ് സ്ട്രോക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഈ 4 രീതിയിലും പിള്ളേർ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ 4 രീതിയിൽ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലാ കുട്ടികളും 4 രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ അഡിക്ഷനാണ്. എല്ലാവരും ചെറു പിള്ളേരൊക്കെ മൊബൈൽ അഡിക്ഷനാണ്. അപ്പോൾ ഈ പണ്ട് നമ്മളൊരു 90 കിഡ്സിലൊക്കെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ പാടത്തും പറമ്പിലും മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. ഇന്നത്തെ കാലത്ത് ഈ പിള്ളേർ കംപ്ലീറ്റ് മൊബൈലിൽ നോക്കണം. അതിൽ നിന്നൊരു മാറ്റങ്ങൾ വരാവുന്നൊരു സംഭവം കൂടിയാണിത്. ഇതിനും നമ്മൾ സംഭവിക്കുന്നത് വീണ്ടും കുട്ടികളെ വീടിൻ്റെ അകത്തിരുത്തിയിട്ട് ഈ മൊബൈലിൽ കളിപ്പിക്കുന്ന ഒരു പ്രകൃതമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന പിള്ളേർ നല്ല രീതിയിൽ കൊണ്ടു വളർത്തുക, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലല്ലേ ഇത് നടക്കുള്ളൂ. അതിന് നമ്മുടെ നാട്ടും കൂടിയിട്ട് ഒന്ന് വിചാരിക്കണ്ട, നാട്ടുകാരും വിചാരിക്കണം. കാരണം നമ്മൾ മാത്രം 2 പേരും 3 പേരും വിചാരിച്ചിട്ട് കാര്യമില്ല. അതിനുള്ള ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേർ വന്നിട്ട് കാര്യമില്ല. ചുറ്റുപാടുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊരു നടത്താൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് അത് കാണാണ്ട് നടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുതിർന്ന് വരുന്ന ആൾക്കാരെ അതിൽ നിന്ന് ബാക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് പിള്ളേരുണ്ട്, നമുക്ക് ഓരോ പിള്ളേരും കാണാം, ലാസ്റ്റ് കാണാം. ഗൈസ്, അപ്പോൾ എൻ്റെ ബാക്കിൽ ഇവിടെ നീന്തൽ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ട്. അവരോട് തന്നെ ചോദിച്ചു നോക്കാം. പിള്ളേരെ, നിങ്ങളുടെ പേര് പറഞ്ഞാൽ? എൻ്റെ പേര് അർഷല്, എൻ്റെ അച്ഛൻ്റെ പേര് നിഖിൽ. ഞാൻ 100 മീറ്റർ ഫ്രീ സ്റ്റൈല്, പിന്നെ 200 മീറ്റർ ഫ്രീ സ്റ്റൈല്, 50 മീറ്റർ ഫ്രീ സ്റ്റൈല് 2 ഫസ്റ്റ് 1 സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. അത് ശരി. അടുത്ത ആള്? എൻ്റെ പേര് അതുല്, എൻ്റെ അച്ഛൻ്റെ പേര് അരുൺ രാജ്. പിന്നെ 100, 800 ഫ്രീ സ്റ്റൈല് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത്? എൻ്റെ പേര് തന്നുണ്ട്, അച്ഛൻ്റെ പേര് വിജേഷ്. 100 മീറ്റർ ഫസ്റ്റ്, 50 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കും സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ പേര് അജിൽ രാജ്. എൻ്റെ അച്ഛൻ്റെ പേര് അരുൺ രാജ്. അപ്പം ഞാൻ ഡിസ്ട്രിക്ട് ലെവല് ബട്ടർഫ്ലൈ സെക്കൻഡ് അടിച്ചിട്ടുണ്ട്, ഇൻഡിവിജ്വൽ മിഡില്. സ്റ്റേറ്റ് പോയി 15ാം സ്ഥാനത്തി. അത് ശരി, അടിപൊളി. ഇനി അടുത്ത ആള്? എൻ്റെ പേര് അച്ഛൻ്റെ പേര് വിനീഷ്. 100 മീറ്റർ ഫ്രീ സ്റ്റൈല്, 50 മീറ്റർ ഫ്രീ സ്റ്റൈല്, 200 മീറ്റർ ഫ്രീ സ്റ്റൈല് 1 ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ? എൻ്റെ പേര് ആരുഷ്, അമ്മയുടെ പേര് ശ്രുതി, അച്ഛൻ്റെ പേര് അരുൺ. ഇവൻ ഡിസ്ട്രിക്ട് ലെവലിൽ മത്സരിച്ചിട്ടുണ്ട്. അത് ശരി, അടിപൊളി. ബാക്കിയുള്ള പിള്ളേരുകളെല്ലാവരും നിന്നവിടെ ഇനിയിപ്പോ വീണ്ടും പഠിക്കാൻ വേണ്ടിട്ടാ? ഇവര് പഠിക്കണ പിള്ളേരാണ്. കൈ കെട്ടയച്ചിട്ട്. എൻ്റെ പേര് റാം, എൻ്റെ അച്ഛൻ്റെ പേര് രതീഷ്. നിനക്കറിയാവുന്ന നീന്തലൊക്കെ? അറിയാവുന്ന നീന്തല്? ഫ്രീ സ്റ്റൈല്, ഫസ്റ്റ് സ്റ്റോക്ക്, ബാക്ക് സ്റ്റോക്ക്, ബട്ടർഫ്ലൈ. ഇതൊക്കെ ഇവിടെ വന്നിട്ടാണോ പഠിച്ചത് അല്ലേ? നമ്മൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോഴല്ലേ നമുക്കിതൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റിയത്. ഇപ്പം ഇത്രയും പിള്ളേരുകൾ നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് രാവിലെ. ഇപ്പം ഇന്നിപ്പോൾ ശനിയാഴ്ച അല്ലേ, 8 മണി 8:30 ആയിട്ടുള്ളൂ. ബാക്കി അടുത്താൾ പറയും. എൻ്റെ പേര് ലക്ഷ്മൺ, അച്ഛൻ്റെ പേര് രതീഷ്, അമ്മയുടെ പേര് കവിത. ഞാൻ ഇവിടെ നിന്ന് ബ്രസ്റ്റ് സ്ട്രോക്ക്, ഫ്രീ സ്റ്റൈല്, ബാക്ക് സ്ട്രോക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അടുത്താള്? എൻ്റെ പേര് ശ്രീഹരി, അച്ഛൻ്റെ പേര് ദിവാകരൻ, അമ്മയുടെ പേര് രേഷ്മ. ഞാൻ ഇവിടെ ആദ്യമായിട്ട് നീന്തൽ പഠിക്കാൻ വരുന്നത്. അവരാണ് പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്. അതെ. അടുത്തത് ഞാനെങ്കിലുണ്ടാ? ഞാനെങ്കിലും വിട്ടുപോയില്ല. ശരി, അടുത്താള് പറയും. എൻ്റെ പേര് അനുഗ്രഹ്, എൻ്റെ അച്ഛൻ്റെ പേര് സുമേഷ്. ഞാൻ ഇവിടെ വന്നിട്ടാണ് നീന്തൽ പഠിച്ചത്. ഏതൊക്കെ നീന്തൽ ചെയ്യും, ബാക്ക് ചെയ്യും. അടിപൊളി. അപ്പൊ പിള്ളേര് ഇപ്പൊ ട്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും. അരുൺ ചേട്ടാ, നമുക്ക് പിള്ളേരെ നീന്തൽ കുറച്ചു നേരം കണ്ടാലോ? ഇനി നിങ്ങളെ സ്റ്റൈലുകളൊന്ന് 2 പേര് വെച്ച് നീന്തും. രാജേട്ടാ, കമാ രാജേട്ടാ. ഇനി നമുക്ക് നമസ്കാരം. ചേട്ടാ, എന്തൊക്കെ ഇവിടെ പ്രശ്നങ്ങൾ? ഇവിടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ പോസിറ്റീവ് എനർജിയിലൊരു ഭാഗമാണത്. കാരണം നമ്മുടെ വിഷ്ണു ക്ഷേത്രത്തിന്റെ മുൻഭാഗമാണത്. ആദ്യമായിട്ട് നമുക്ക് അതാണ് പറയാനുള്ളത്. അതിന്റെ മുമ്പിൽ ഇത്രയും ഐശ്വര്യമായിട്ടുള്ളൊരു കുളമുണ്ട്. ആ കുളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഈ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികൾക്കും നീന്തൽ പരിശീലിക്കാം. കൂടാതെ വെള്ളത്തിൽ വീണൊരു ദുരന്തമില്ലാതിരിക്കാൻ ഈ കുളവും നമ്മുടെ ഇത് പരിശീലിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഇദ്ദേഹം അത് വലിയൊരു കാര്യമാണ് ചെയ്യണേ. അപ്പൊ അതാ ഈ പ്രദേശത്തിന് ഏറ്റവും ഉണർവുണ്ടാവുന്ന ഒരു കാര്യമാണ്. ദുരന്തങ്ങളില്ലാതിരിക്കാനും കുട്ടികൾക്ക് വേണമെങ്കിൽ മത്സരത്തിന് പോകാനൊക്കെ ഈ കുളത്തിൽ അതെ അതെ നമ്മുടെ മക്കളെ എന്ന് വേണം പറയാൻ, അവരെ നീന്തലിൽ പ്രഗത്ഭരാക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതിന് ക്ലബ്ബുകളോ പഞ്ചായത്തുകളോ ഇവിടുത്തെ പ്രഗത്ഭരായ വ്യക്തികളോ ദേവസ്വക്കാരെയും കുളം കെട്ടിയത് പറഞ്ഞപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതിനാദ്യം നമ്മൾ ദേവസ്വത്തിന് നന്ദി തന്നെ പറയണം. ഇത് കുറേ വർഷങ്ങളായിട്ട് കുളം അനാഥമായി കിടക്കുകയാണ്. നമ്മുടെ ഇപ്പോഴുള്ള ദേവസ്വത്തിന്റെ ആളുകൾ വന്ന് കുളം കെട്ടിയത് വലിയൊരു പോസിറ്റീവ് എനർജി ദേശത്തിനും ഈ ക്ഷേത്രത്തിനും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെയുള്ള ദേശത്തെ ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മക്കള് സുരക്ഷിതരായിരിക്കും, അവർ നീന്തലിൽ പ്രഗത്ഭരാവും, ദേശത്തിനും നാടിനും എല്ലാത്തിനും അത് ഗുണം ചെയ്യുന്നതാണ് എനിക്ക് പറയാം. എൻ്റെ പേര് കുട്ടപ്പൻ. ഞാൻ ശ്രീ സൈല അച്ചാച്ചനാണ്. അവൻ നീന്തൽ പഠിക്കാൻ പോകുന്ന അറിഞ്ഞിട്ട് നോക്കുമ്പോൾ എൻ്റെ വീട്ടിലാർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നിർബന്ധിച്ചവന് നീ പോകണം എന്ന് പറഞ്ഞിട്ട് അവൻ ഇദ്ദേഹത്തിനോട് വന്ന് ചോദിച്ചിട്ടാണ് വന്ന് അവന് അരുൺ വിളിച്ചിട്ട് വന്നതല്ല, അവൻ വന്ന് ചോദിച്ചാണ് ഞാനും വരട്ടെ മാമാന്ന്. അപ്പോൾ ആളത് സമ്മതിച്ചു. പക്ഷെ എനിക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അതുകൊണ്ട് ഞാൻ അവനെ നിർബന്ധിച്ചു. അവൻ്റെ അച്ഛനും സപ്പോർട്ടുണ്ട്, ഇപ്പൊ വീട്ടിൽ നിന്ന് അമ്മയും സപ്പോർട്ടുണ്ട്. പഠിച്ചു. ഇപ്പൊ ഇയാള് കളക്ടറിൽ നിന്ന് സമ്മാനം വാങ്ങി കുട്ടി സമ്മാനം വാങ്ങി, ജില്ലാതലത്തിൽ നീന്തി, ജില്ലയിൽ ഫസ്റ്റ് അടിച്ചു, ജില്ലാതലത്തിലേക്ക് നീന്തി ഇങ്ങനെ മിടുക്കനായി വരുന്നു. ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ല, ഈ പ്രായത്തിലും ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഞാനാണ് അവനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. നല്ല സന്തോഷം. അരിഞ്ചേട്ടൻ്റെ കെയർഓഫിൽ എന്തായാലും നന്നായി പഠിച്ച് പിള്ളേരൊക്കെ കപ്പടിക്കട്ടെ. അതെ. ചേച്ചി, ഇവിടെ പിള്ളേർ കുളിക്കുന്നതിനെ കുറിച്ച് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കുളിക്കുന്നതിനെ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അരുൺ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വിട്ടു തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നീന്തൽ പഠിക്കുക എന്നുള്ളത് മസ്റ്റാണ്. ഇപ്പം എന്നെ പോലെയുള്ള രക്ഷിതാക്കളൊന്നും ഒരു പുഴയിലേക്കൊന്നും നീന്താൻ വിടില്ല പേടിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേപ്പറിൽ നോക്കിയാൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു മക്കൾ പുഴയിലേക്ക് വീട്ടുകാരറിയാണ്ട് പോയിട്ട് മറിഞ്ഞിട്ട് പോയിട്ടൊക്കെ ഈ മരിക്കണതാണ്. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. പിന്നെ അവരുടെ ഭാവിയെ സംബന്ധിച്ചിട്ട് നോക്കുകയായാലും നീന്തലിൻ്റെ പല കാര്യങ്ങളും ഇപ്പോൾ അറിയാത്ത ഇപ്പം ഇവിടെ വരുന്നതിൽ തന്നെ ഒരുപാട് രക്ഷിതാക്കൾക്ക് ഇതറിയാത്തതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നീന്തലിന് വന്നു തുടങ്ങിയതിന് ശേഷം നീന്തലിൻ്റേതായ കാര്യങ്ങളും അതിൽ എങ്ങനെ നമുക്ക് കുട്ടികളുടെ ഭാവി മെച്ചപ്പെടുത്താമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ കുട്ടികൾക്ക് എന്തുകൊണ്ടും ഇത് നല്ലതാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അമ്പലക്കുളമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു ഫെസിലിറ്റി ഇവിടെ വളരെ കുറവാണ്. പിന്നെ അയൽപ്പക്കക്കാരും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കൊരു കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയാവേണ്ടത് രക്ഷിതാക്കളാണ്. അപ്പോൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അയൽപ്പക്കക്കാരൊക്കെ കൂടുതൽ ഇതിലേക്ക് നല്ല ഇതായിട്ട് പറയുകയാണ് അല്ലെങ്കിൽ ചെയ്യുകയാണ്, നമ്മളെ കൊണ്ട് പറ്റണത് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് കുറവാണ് ഇവിടെ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. സുപ്രേട്ടാ, ഇവിടെ പിള്ളേർ കുളിക്കുന്നതിനെ കുറിച്ച് ചേട്ടൻ എന്നിട്ട് അഭിപ്രായം? നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നാട്ടിൽ ഇല്ലാണ്ടാവുന്ന ഒരു സ്പോർട്സ് ഐറ്റമാണ് നമ്മുടെ നീന്തൽ എന്ന് പറയുന്നത്. ആ നീന്തൽ ഇവിടെ അരുണിനെ പോലെയുള്ളവരും അതുപോലെ രാജാറിനെ പോലെയുള്ളവരൊക്കെ വന്ന് അതിന് ഒരു പ്രദേശത്ത് ലഹരിമുക്തമായിട്ട് 2 നേരം നീന്തൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതൊരു നാടിനൊരു ഉണർവും കാര്യങ്ങളും അത് നിർത്താന്ന് പറയുന്ന ഒരു മോശമായ രീതിയാണ്. കാരണം പിള്ളേർക്ക് പ്രോത്സാഹനം നൽകുക എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ ഇന്നത്തെ കാലത്ത്. അതെ അല്ല ചേട്ടാ? അല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ പിള്ളേർ ഇവിടെ ഇങ്ങനെ പഠിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നമുക്കൊന്നും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നില്ല.
അപ്പോൾ വളർന്നു വരുന്ന പിള്ളേർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുക, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംരംഭം വരുമ്പോൾ അതിനെ നമ്മൾ നശിപ്പിക്കാനാണോ നോക്കേണ്ടത്, അതിനെ പ്രോത്സാഹിപ്പിക്കാനാണോ നോക്കേണ്ടത്, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ. മുതിർന്ന പൗരന്മാരെന്ന നിലയിൽ നമുക്കത് ഉത്തരവാദിത്തമുണ്ട്, പിള്ളേരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംരംഭം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവത്തിനെ സപ്പോർട്ട് ചെയ്യാനാണ് തോന്നിയത്. നിങ്ങൾ തീരുമാനിക്കുക എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. ഓക്കെ, ബൈ.